എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും A+ വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ 7ാമത്തെ ചാപ്റ്ററിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് പ്രൊമോട്ടർ ആൻഡ് ഹിസ് ഫങ്ഷൻ എന്നുള്ളതാണ്. അപ്പം പ്രൊമോട്ടർ ആരാണ്, അയാളുടെ ഫങ്ഷൻ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ആദ്യം പ്രൊമോഷൻ എന്താണ്, പ്രൊമോട്ടർ ആരാണ്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രൊമോട്ടറെ കുറിച്ച് എന്ത് പറയുന്നു നോക്കാം. പ്രൊമോഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ഫോർമേഷൻ സ്റ്റേജിലെ ഫസ്റ്റ് ഘടകമാണ് പ്രൊമോഷൻ സ്റ്റേജ്. അത് നിങ്ങൾ 4 സ്റ്റേജ് പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് മീൻസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ഇസ് നെസസറി ഫോർ ബ്രിങ്ങിങ് ദ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. കമ്പനിയുടെ എക്സിസ്റ്റൻസ് കൊണ്ടുവരാൻ വേണ്ടി, കമ്പനിയുടെ ആരംഭം കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആവശ്യമായിരിക്കുന്നു അതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ or company which takes the initiative to bring the company into existence is called promoter. ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ ഒരു കമ്പനിയോ എന്തിനു വേണ്ടി, ഒരു പുതിയ കമ്പനി നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഉണ്ടാകും. അപ്പം ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സണെയോ അല്ലെങ്കിൽ ആ കമ്പനിയോ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ആയിരിക്കാം ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഒരു കമ്പനി പുതിയ നിലവിൽ വരാൻ. അങ്ങനെയുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ആ കമ്പനിയോ ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട്, എ പ്രൊമോട്ടർ ഈസ് ഡിഫൈൻഡ് ആസ് എ പേഴ്സൺ ഹു കൺസീവ്സ് ദ ഐഡിയ ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു വ്യക്തി അയാളെ പ്രൊമോട്ടർ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ കാരണം ഐഡിയ ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ് മനസ്സിൽ സൂക്ഷിക്കണം. 2, എക്സാമിൻ ദ ഫീസിബിലിറ്റി ഓഫ് ഐഡിയ. ഈ പറഞ്ഞത് ഫീസിബിളാണോ, പറഞ്ഞ ഐഡിയ ഫീസിബിളാണോ. അസംബിൾ വേരിയസ് റിസോഴ്സസ്. പല കാര്യങ്ങൾ അതിന് വേണം, ആ കാര്യങ്ങളെ ചേർത്ത് വയ്ക്കാൻ ഉള്ള കഴിവുണ്ടാകണം. പ്രിപ്പയർ നെസസറി ഡോക്യുമെൻ്റ് ആൻഡ് പെർഫോം അതർ ആക്ടിവിറ്റീസ് നീഡഡ് ടു കമൻസ് ദ ബിസിനസ്. പല ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകണം, അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങൾ ഏകോപിച്ചെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നൊരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ. എന്നാലും ചോദിക്കുക, ഒരു ഐഡിയ കൊണ്ടുവരണം, ആ ഐഡിയ നിലവിൽ വരുമെന്ന് ചിന്തിക്കണം, അതിന് വേണ്ട സാഹചര്യങ്ങൾ സോഴ്സുകൾ ഒരുക്കണം, പല ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കണം, പല പ്രവർത്തനങ്ങൾ നടത്തണം. ഇത്രയും ചെയ്യാൻ കഴിയുന്നതിനുള്ള ആളിനെയാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. ഇനിയും ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ നമ്മളിപ്പോൾ പറഞ്ഞു എങ്കിലും, 1, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് എ പ്രൊമോട്ടർ ഈസ് ടു ഐഡൻറ്റിഫൈ എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ദ ഓപ്പർച്യൂണിറ്റി മേ ബി in respect of producing a new product or service or making some product available through a different channel. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക. ഒരു ബിസിനസ് പുതുതായി തുടങ്ങാൻ, എന്ത് ബിസിനസ് തുടങ്ങണം എന്ന് ആലോചിച്ച് അതൊരു സാധനമാകാം, ഒരു സേവനമാകാം, വേറെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം, ഏത് രീതിയിലത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും, ഇതെല്ലാം ആലോചിക്കുകയാണ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ചില ആളോട് പറയും, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, എന്ത് ബിസിനസ്സാണെന്നറിയില്ല. അവിടെയാണ് പ്രൊമോട്ടറിൻ്റെ പ്രത്യേകത. എന്താണ് ചെയ്യാൻ തോന്നുന്നത് വ്യക്തമായ ദർശനം ഉണ്ടാകണം. 2, ഫീസിബിലിറ്റി സ്റ്റഡി. സാധ്യമാകുമോ എന്നുള്ള പഠനം. ദ പ്രൊമോട്ടർ ദെൻ അണ്ടർടേക്സ് എ ഡീറ്റെയിൽ ഫീസിബിലിറ്റി സ്റ്റഡി ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ഐഡിയ. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ്. അതിനെ സാധ്യമാകുമോ എന്നറിയാൻ പല പഠനങ്ങൾ അദ്ദേഹം നടത്തേണ്ടതായിട്ടുണ്ട്. ആ പഠനങ്ങൾ നടത്തി കഴിയുമ്പോഴാണ് ഇത് വിജയകരമാകുമോ പരാജയമാകുമോ എന്ന് ഏകദേശം മനസ്സിലാകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. 1, ടെക്നിക്കൽ ഫീസിബിലിറ്റി. ഇതിന് ടെക്നോളജി ഫീസിബിൾ ആണോ, നല്ല ടെക്നോളജി. സംടൈംസ് ആൻ ഐഡിയ മേ ബി ഗുഡ് ബട്ട് ടെക്നിക്കലി നോട്ട് ഫീസിബിൾ ടു എക്സിക്യൂട്ട്. ഇറ്റ് മേ ബി സോ ബിക്കോസ് ദ റിക്വയർഡ് ടെക്നോളജി ഈസ് നോട്ട് ഈസിലി അവൈലബിൾ. സംഭവമൊക്കെ കൊള്ളാം, നല്ലതായിരിക്കും, പക്ഷേ അതിന് ടെക്നോളജി ഈസി അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ്. 2ാമത് നോക്കി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. ദ പ്രൊമോട്ടർ ഹാസ് ടു ഫൈൻഡ് ഔട്ട് ദ ഫണ്ട് റിക്വയർഡ് ഓഫ് ദ ഐഡൻറ്റിഫൈഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഒരു കാര്യം കൊണ്ടുവന്നാൽ മാത്രം പോരാ, അതിനാവശ്യമാകുന്ന ഫണ്ട് കണ്ടെത്തണം. ആ ഫണ്ട് കണ്ടെത്താൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമെങ്കിൽ മാത്രമേ ആ ബിസിനസ് ഫീസിബിൾ ആവുള്ളൂ. വലിയ ബിസിനസ് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം
ഉദാഹരണം ചന്ദ്രനിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്ന് പറയുന്നൊരു ആശയം കൊണ്ട് അതിന് വേണ്ടതായ പണം എവിടുന്ന് കിട്ടും? If the fund required for the project cannot be easily arranged, the project has to be give up. അത് കണ്ടെത്താൻ പറ്റുന്നില്ല, വിട്ടുകളയുക എന്നുള്ളതേ ഉള്ളൂ ഈ പ്രോജക്റ്റിനെ. അടുത്ത എക്കണോമിക് ഫീസിബിലിറ്റി. എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ the promoter has to analyze the profitability of the proposed project. He takes the help of experts to conduct these studies. ഇത് നടത്തുന്നതാണോ ലാഭം, നടത്താതിരിക്കുന്നതാണോ ലാഭം? കയ്യിലെ പണം മുടക്കി അതിന് തക്കതായ വരുമാനം തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ അത് നടത്താതിരിക്കുന്നതല്ലേ നല്ലേ? അല്ലെ ഭാവിയിൽ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നടത്താതിരിക്കുകയല്ലേ നല്ലത്? അതുകൊണ്ടാണ് എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫീസിബിലിറ്റി സ്റ്റഡിയാണ് പറഞ്ഞത്. ഒന്നാമത് ഐഡിയ കൊണ്ടുവരിക, രണ്ട് ഫീസിബിലിറ്റി സ്റ്റഡി, മൂന്ന് നെയിം അപ്രൂവൽ. ആഫ്റ്റർ ഡിസൈഡിങ് ദ പ്രോജക്ട് ദ പ്രൊമോട്ടർ ഹാസ് ടു സെലക്ട് എ നെയിം ഫോർ ദ കമ്പനി. കമ്പനിക്ക് ഒരു ഉചിതമായ പേര് കണ്ടുപിടിക്കണം. He then submit an application for name approval to the registrar of company of the state in which the registered office of the company is situated. എവിടെയാണോ ഈ കമ്പനി, ഏത് സ്ഥലത്താണോ സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്താണോ ഈ കമ്പനി സിറ്റുവേറ്റ് ചെയ്യുന്നത്, ആ സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുക്കൽ ഇത് സബ്മിറ്റ് ചെയ്യണം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ. 3 names in the order of their priority are given in the application to the registrar. ഒന്നാമത് ഇഷ്ടപ്പെടുന്ന പേര്, രണ്ടാമത് ഇഷ്ടപ്പെടുന്നത്, മൂന്നാമത് ഇഷ്ടപ്പെടുന്ന പേര് എന്നിങ്ങനെ ഓർഡറിൽ 3 പേരുകൾ തന്നെ നൽകണം. ഫിക്സിംഗ് ഓഫ് സിഗ്നറ്ററീസ് ടു ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. പ്രൊമോട്ടർ ഹാസ് ടു ഡിസൈഡ് ദ മെമ്പേഴ്സ് ഹു ഹാവ് ടു സൈൻ ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് കമ്പനി. പ്രപ്പോസ്ഡ് കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ അതിൽ സൈൻ ചെയ്യുന്ന ആളുകളെ തീരുമാനിക്കണം. The people signing the memorandum of association are also the first directors of the company. ഇതിൽ സൈൻ ചെയ്യുന്നവരെയാണ് ഡയറക്ടേഴ്സ്, ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അങ്ങനെ 4ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. 5ാമതായിട്ട് അപ്പോയിൻറ്റിംഗ് ഓഫ് പ്രൊഫഷണൽ. Certain professionals such as merchant bankers, auditors, etc. are appointed by promoters to assist them in the preparation of necessary documents to be filled with the registrar. ആവശ്യമാകുന്ന ജോലിക്കാരെ, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോലിക്കാരെ അപ്പോയിൻ്റ് ചെയ്യണം. എന്തിനാണ്? നെസസറി ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ആരൊക്കെയാണ്? മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, ഓഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ളവരെല്ലാം പ്രൊമോട്ടർ അപ്പോയിൻ്റ് ചെയ്യണം. രജിസ്ട്രാർക്ക് കൊടുക്കാനുള്ള വലിയ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രൊഫഷണൽസിനെ പ്രൊമോട്ടർ അപ്പോയിൻ്റ് ചെയ്യണം. ആൻഡ് 6th one, preparation of necessary document. The promoter takes steps to prepare certain legal documents to be filled with the registrar. These include memorandum of association, articles of association, consent of directors. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യലാണ് പിന്നീട് ഈ പ്രൊമോട്ടറിൻ്റെ വലിയൊരു ജോലി. അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പ്രൊഫഷണൽസിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രൊമോട്ടറുടെ കർശനമായ നേതൃത്വത്തിൽ വേണം ഇത് നോക്കാൻ. അതെന്തൊക്കെയാണ് ആ ഡോക്യുമെൻറ്റ്സ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് പഠിച്ചു. കമ്പനിയും വെളിയിലുള്ള ആളുകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത ഡോക്യുമെൻറ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയും കമ്പനിക്കകത്തുള്ള ആളുകൾ, ഷെയർ ഹോൾഡേഴ്സ് മുതൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുതൽ വർക്കേഴ്സ് മുതൽ എല്ലാവരുമായിട്ടുള്ള ബന്ധം കാണിക്കുന്ന ഡോക്യുമെൻറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതിനകത്ത് ഒപ്പിടാൻ തയ്യാറുള്ള ഡയറക്ടേഴ്സിന് കൺസെൻറ്റും. ഇത്രയുമാണ് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ പ്രൊമോട്ടർ. ഇത്രയും പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ചോദ്യങ്ങളാണ്. പഠിക്കുവാനിടയായിട്ട് എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.